നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അത് അമേഠിയിലോ റായ്ബറേലിയിലോ എന്നായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള ചർച്ച. വയനാട് വിട്ട് യു.പിയിൽ രാഹുൽ മത്സരിക്കുമോ എന്ന ചോദ്യവും പല ഘട്ടത്തിൽ ഉയർന്നു. ഏറ്റവും ഒടുവിൽ ക്ലൈമാക്സിൽ റായ്ബറേലി രാഹുൽ തെരഞ്ഞെടുത്തിരിക്കുന്നു. റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയായി രാഹുലിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി മത്സരിക്കില്ല. KL ശർമ്മയാണ് ഗാന്ധി കുടുംബം വർഷങ്ങളായി മത്സരിക്കുന്ന അമേഠിയിലെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. നമ്മളിനി ചർച്ച ചെയ്യുന്നത് ഈ സ്ഥാനാർത്ഥിത്വം യു.പിയിൽ ഉത്തരേന്ത്യയിൽ അടക്കമുള്ള കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിയുടെ സാധ്യതകളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. നമ്മളോടൊപ്പം പ്രധാനപ്പെട്ട അതിഥികൾ ഈ വിഷയത്തിൽ ചർച്ചയുടെ ഭാഗമാകുന്നു. കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രതിനിധികളുണ്ടാകും. ഒപ്പം മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകുടിയും ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം നമുക്ക് എൽദോയിലേക്ക് ഒന്ന് പോകണം. എൽദോ, ഏറ്റവും ഒടുവിൽ ആ തീരുമാനം എത്തിയിരിക്കുന്നു. ക്ലൈമാക്സിൽ റായ്ബറേലി. എങ്ങനെയാണ് ആ തീരുമാനത്തിലേക്ക് രാഹുലും കോൺഗ്രസും എത്തിയത്? രഞ്ജിത്ത്, ഏറെ സസ്പെൻസ് നിറഞ്ഞ ചോദ്യമായിരുന്നു ഈ ആര് അമേഠിയിൽ ആര് റായ്ബറേലിയിൽ എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ അത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയായിട്ടുള്ള ഇന്ന് ആ സമയത്തിലേക്ക് അവസാന മണിക്കൂറുകളിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പാണ് കോൺഗ്രസ് നേതൃത്വം അതിലൊരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം നൽകുന്നത്. രാഹുൽ ഗാന്ധി 2019 സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. 2019 രാഹുൽ ഗാന്ധി ഇതുപോലെ വയനാട്ടിലും അമേഠിയിലും മത്സരിച്ചു. പക്ഷേ ഇക്കുറി രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. അമേഠിയിൽ സ്മൃതി ഇറാനിക്കെതിരെ നെഹ്റു കുടുംബത്തിന്റെ വളരെ അടുപ്പക്കാരനായിട്ടുള്ള KL ശർമ്മ മത്സരിക്കുമെന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. കിഷോരിലാൽ ശർമ്മ അദ്ദേഹം നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസ് നേതൃത്വത്തിന് വേണ്ടി വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു നേതാവാണ് കിഷോരിലാൽ ശർമ്മ. അങ്ങനെ അദ്ദേഹത്തിന് നറുക്ക് വീഴുകയാണ് സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കാൻ. എന്താണെങ്കിലും ഈ അമേഠിയിൽ രാഹുൽ ഗാന്ധി, റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി എന്നുള്ള ഫോർമുലയാണ് ആദ്യം ആലോചിച്ചിരുന്നത്. എങ്കിൽ പോലും പ്രിയങ്ക എന്നാൽ മത്സരിക്കാനില്ല എന്നുള്ള ഉറച്ച നിലപാടെടുക്കുന്നു. ഏറ്റവും ഒടുവിൽ ആ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വരുന്നത്. എന്താണ് പ്രിയങ്ക മത്സരിക്കാനില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന കാര്യം. സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ രാഹുലിനെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെയ് 20 പോളിംഗ് ആണ് റായ്ബറേലിയിലും അമേഠിയിലും. അതുകൊണ്ട് തന്നെ ഇന്ന് 3 മണിയോടുകൂടി അവസാനിക്കാനിരിക്കുകയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രഖ്യാപനം. ഇനി അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അവിടെ നിന്ന് ഒരു റോഡ് ഷോ, ആ റോഡ് ഷോയ്ക്ക് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് വലിയൊരു റോഡ് ഷോ പ്രതീക്ഷിക്കുന്നുമാണ് കോൺഗ്രസ് നേതൃത്വം. പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ഏതെങ്കിലും ഒരു തരത്തിൽ നേട്ടമുണ്ടാക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു സാന്നിധ്യം അവിടെ അനിവാര്യമാണെന്ന് PCC നേതൃത്വം കരുതുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ രാഹുലിന് കഴിയാതെ പോകുന്നത്. എന്താണെങ്കിലും ഇനി ഉയരുന്ന ചോദ്യം അത് വയനാടോ റായ്ബറേലിയോ 2 വിജയങ്ങൾ ഉണ്ടായാൽ അവിടെ രാഹുൽ ഗാന്ധി ഏത് തീരുമാനമെടുക്കും എന്നുള്ളതായിരിക്കും ആകാംക്ഷ നിറയുന്ന കാര്യം. എന്താണെങ്കിലും രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ സ്ഥിരീകരണം എത്തിയിരിക്കുന്നു. KL ശർമ്മ കോൺഗ്രസിന് വേണ്ടി അമേഠിയിൽ സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കും. രഞ്ജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് പ്രധാനപ്പെട്ട അതിഥികളിലേക്ക് പോകണം. വസന്ത തെങ്ങുംപള്ളി കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. BG വിഷ്ണു BJPയെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കും അടുത്ത 1 മണിക്കൂർ. ഒപ്പം ശ്രീ ആനന്ദ് കൊച്ചുകുടി ഈ ചർച്ചയുടെ ഭാഗമാകുന്നു, മാധ്യമപ്രവർത്തകൻ കൊച്ചിയിൽ നിന്ന്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, രാഹുൽ ഉത്തരേന്ത്യയിൽ മത്സരിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വയനാട്ടിലെ മത്സരവുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ BJP നടത്തുന്ന പലവിധ പ്രചരണങ്ങൾ ഇതിനോട് കൂട്ടി വായിക്കണം. അമേഠിയോ റായ്ബറേലിയോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ഏറ്റവും ഒടുവിൽ റായ്ബറേലിയിൽ എത്തുമ്പോൾ ഇതിനകം തന്നെ BJPയുടെ പ്രതികരണം വന്നു കഴിഞ്ഞു. അമേഠിയിൽ നിന്ന് ഒളിച്ചോടി എന്ന തരത്തിൽ എങ്ങനെ ബാധിക്കും ഉത്തരേന്ത്യയിലെ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ സാധ്യതകളെ ഈ മത്സരം? രഞ്ജിത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 രാഹുൽ ഗാന്ധി ഈ വയനാട് മത്സരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയല്ലോ. അല്ലെങ്കിൽ ആദ്യം ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലുമൊക്കെ ഒരു സീറ്റ് എന്നായിരുന്നു അതിൻ്റെ ആദ്യം തുടക്കത്തിലുണ്ടായിരുന്ന ഒരു പ്രചരണം. പിന്നീട് അവസാനം അത് വയനാട് എത്തുന്നു. വയനാട് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ അവിടെ പച്ചക്കൊടികൾ കാണുന്നു എന്നൊക്കെ കഴിഞ്ഞ് ഈ അമേഠിയിൽ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല, അല്ലെങ്കിൽ അമേഠിയിൽ കൂടാതെ എന്തുകൊണ്ട് വേറൊരു സീറ്റ് അന്ന് തിരഞ്ഞെടുത്തു എന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ അന്ന് അമേഠിയിൽ ജയിക്കാൻ സാധ്യത കുറവാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് വയനാട് തിരഞ്ഞെടുത്തു എന്നാണ് പിന്നെ പൊതുവെ ഉണ്ടായ ഒരു ചർച്ച. അദ്ദേഹം അമേഠിയിൽ തോൽക്കുമെന്ന് അപ്പോഴും ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ
അദ്ദേഹം അമേഠിയിൽ തോറ്റതിന് ശേഷം പ്രത്യേകിച്ച് കേരളത്തിൽ ഉൾപ്പെടെ രാഷ്ട്രീയക്കാർ പറഞ്ഞു, ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷം ഉൾപ്പെടെ പറഞ്ഞു അദ്ദേഹം വയനാട്ടിലേക്ക് പേടിച്ച് ഓടി വന്നതാണ് എന്ന്. അന്നും ഈ വയനാട്ടിൽ അദ്ദേഹം വരാതെ അല്ലെങ്കിൽ അമേഠിയിൽ മാത്രം മത്സരിച്ചിരുന്നെങ്കിൽ അമേഠിയിൽ ജയിക്കാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹം തോറ്റത് 55,000 ശിഷ്ടം വോട്ടിനാണ്. അപ്പോൾ അത്രയും വോട്ട് അങ്ങോട്ട് മറിയാതിരുന്നാൽ അല്ലെങ്കിൽ അതിൻ്റെ പകുതി വോട്ട് മറിയാതിരുന്നാൽ അദ്ദേഹം അപ്പോഴും നേരിയ ഒരു ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറാൻ പറ്റുമായിരുന്നു. അതായിരുന്നു ആ 2019 തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിൻ്റെ വലിയൊരു വീഴ്ചയായിട്ട് പിൽക്കാലത്ത് എഴുതപ്പെട്ട ഒരു കാര്യം. ഇനിയിപ്പോൾ 2024 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ 2024 ഏത് ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് തോൽക്കുന്നത് എന്ന ഒരു ചോദ്യം ഉന്നയിക്കുകയാണെങ്കിൽ ഈ ജൂൺ 4 ശേഷം ഈ ചോദ്യം വരുമ്പോൾ അത് രാഹുൽ ഗാന്ധി അമേഠിയിലല്ല റായ്ബറേലിയിൽ മത്സരിക്കാൻ എടുത്ത ആ ഒരു നിമിഷത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വലിയ ഒരു തോൽവി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ തോൽവി ഏറ്റുവാങ്ങുന്ന ആ മുഹൂർത്തം, ആ എക്സാക്ട് പോയിന്റ് ഈ സന്ദർഭമാണ് എന്ന് പറയേണ്ടി വരും. അതിൻ്റെ കാരണമുണ്ട്. കാരണം ഈ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഞാൻ കെ മുരളീധരൻ്റെ പ്രസ്താവന കേട്ടത്. കെ മുരളീധരൻ പറയുന്നുണ്ടായിരുന്നു തൃശ്ശൂർ തോൽക്കുമെന്ന് ഭയമുണ്ടോ? അപ്പോൾ കെ മുരളീധരൻ പറയുന്നു രാഷ്ട്രീയത്തിൽ ജയവും തോൽവിയും ഒക്കെ ഉണ്ടാകും, പക്ഷേ രാഷ്ട്രീയത്തിൽ നിൽക്കണമെങ്കിൽ കുറച്ച് സാഹസികനാകണം എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഈ രാഹുൽ ഗാന്ധിക്ക് തീരെ സാഹസികതയില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ്. അങ്ങനെയുള്ളവർക്ക് രാഷ്ട്രീയം പറ്റില്ല. ഈ ഇത്രയും ധൈര്യമില്ലാത്ത, അതായത് അമേഠിയിൽ ഇപ്പോൾ സ്മൃതി ഇറാനിക്കെതിരെ ചില വികാരങ്ങൾ, അവിടെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ടി വിയിൽ കൂടി കാണുകയുണ്ടായി. പല ചാനലുകളും അവിടെ ചെന്ന് പ്രതികരണങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ സാധാരണക്കാരുടെ. കാരണം അവർ വർഷങ്ങളായിട്ട് 1921 ആദ്യം അമേഠി മണ്ഡലത്തിൽ, അമേഠിയിലല്ല അന്ന് റായ്ബറേലിയിലാണ് ആദ്യം ജവഹർലാൽ നെഹ്റു റായ്ബറേലിയിൽ ചെല്ലുന്നത്. അതിനുശേഷം മോത്തിലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ അദ്ദേഹം അവിടെ കേസ് നടത്തി, അമേഠിയിലെ രാജാവിന് വേണ്ടി കേസ് നടത്തിയിട്ടുണ്ട്. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ രണ്ട് മണ്ഡലങ്ങളുമായിട്ട് നെഹ്റു ഗാന്ധി കുടുംബത്തിനുള്ള ബന്ധം 100 വർഷത്തിലേറെയായി. ആ ബന്ധത്തെ ഇത്ര എളുപ്പത്തിൽ അത് അമേഠിയിൽ നിന്ന് മാറി ഇപ്പോൾ റായ്ബറേലിയിൽ മത്സരിക്കുന്നത് ഏതൊരാൾക്കും മനസ്സിലാകും. ഇത് അമേഠിയിൽ സ്മൃതി ഇറാനിയോട് തോൽക്കുമോ എന്ന് ഭയന്നുകൊണ്ട് റായ്ബറേലിയിലേക്ക് മാറിയതാണെന്ന്. ആനന്ദ് കൊച്ചുകുടി, നമുക്കറിയാം വസന്ത് അതിന് വളരെ കൃത്യമായ മറുപടി പറയേണ്ടത് കോൺഗ്രസിന്റെ പ്രതിനിധിയായ വസന്താണ്. കാരണം 3,70,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് 2009 രാഹുൽ ഗാന്ധി വിജയിച്ച ഒരു മണ്ഡലം. 2014 സ്മൃതി ഇറാനി ഒരു സൂചന നൽകിയിരുന്നു, 2019 തെളിയിക്കുകയും ചെയ്തു. 3-4 പതിറ്റാണ്ടായി കോൺഗ്രസിന്റെ കൈവശമുള്ള അമേഠി തിരിച്ചു പിടിക്കുക എന്നുള്ള ബാധ്യത ഏറ്റെടുക്കേണ്ടത് രാഹുലിനേക്കാൾ വലുതായി വേറെ ആരുമില്ല, അത് രാഹുൽ തന്നെയാണ്. അവിടെ നിന്ന് രാഹുൽ മത്സരിക്കാതെ മാറി ഈ റായ്ബറേലിയിലേക്ക് പോവുക എന്നുള്ളത് എന്ത് സന്ദേശമാണ് പാർട്ടി പ്രവർത്തകർക്കും മറ്റും നൽകുന്നത്? അത് എന്ത് ഗുണം കോൺഗ്രസിനുണ്ടാക്കും? നോക്കൂ, ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞതൊന്നുമല്ല യാഥാർത്ഥ്യം. വളരെ കൃത്യമായി സ്ഥാനാർത്ഥി നിർണയ സമിതിയുടെ മുമ്പിലും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ മുമ്പിലും ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യയിൽ ഏതു മണ്ഡലത്തിലും മത്സരിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ളതാണ്. ആ വാർത്ത അഖിലേന്ത്യാ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ന്യൂസ് 18 ഇംഗ്ലീഷ് ചാനലും എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. വയനാട്ടിൽ മത്സരിക്കുന്നതിന് തൊട്ടു മുമ്പ്, വയനാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പാർട്ടി പറയുന്ന ഏത് സീറ്റിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്നതാണ്. പാർട്ടി പറയുന്ന ഏത് സീറ്റിൽ, വാരണാസിയിൽ പാർട്ടി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തയ്യാറാണ്. എന്നാൽ UP പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വളരെ കൃത്യമായി പറഞ്ഞു, റായ്ബറേലിയിൽ സോണിയാഗാന്ധി മാറുമ്പോൾ ഗാന്ധി കുടുംബത്തിനുമായി അത്രമാത്രം അഭേദ്യമായ ബന്ധമുള്ള മണ്ഡലമാണ് റായ്ബറേലി. അമേഠിയെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗാന്ധി കുടുംബത്തെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഞങ്ങളുടെ ഒരു തറവാട് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ കോൺഗ്രസിനെ എല്ലാ കാലത്തും സഹായിച്ചിട്ടുള്ള, എല്ലാ കാലത്തും കോൺഗ്രസിനെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് റായ്ബറേലി. അവിടെ സോണിയാഗാന്ധി മാറി നിൽക്കുമ്പോൾ ഒന്നെങ്കിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി എന്നുള്ളതാണ് അവിടുത്തെ UP പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഡിസിഷൻ. അത് സ്വാഭാവികമായും ഹൈക്കമാൻഡിന്റെ മുമ്പിലേക്ക് വരുന്നു. ഞങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രിയങ്ക ഗാന്ധിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പ്രിയങ്ക ഗാന്ധിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ തൽക്കാലം രാഷ്ട്രീയത്തിലേക്ക്, അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അവർ അവരുടെ പേഴ്സണലായുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാനും
എന്നാൽ രാഷ്ട്രീയം സംസാരിക്കാനാണ് തനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. മത്സര രംഗത്തേക്ക് താൻ ഇതുവരെ വരാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നും അവരൊരു തീരുമാനമെടുക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇനിഞ്ഞാന്ന് വരുമെന്ന് നിങ്ങളടക്കം ന്യൂസ് 18 ദേശീയ ചാനൽ അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക വീണ്ടും നീണ്ടുപോകാൻ കാര്യം പ്രിയങ്ക ഗാന്ധിയുമായുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആക്കിയ ശേഷം അവരെ റായ്ബറേലിയിൽ മത്സരിപ്പിക്കുക എന്നുള്ളതായിരുന്നു തീരുമാനം. അപ്പൊ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നില്ല എന്ന് അസിന്ധമായി അവർ തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായും അടുത്ത ഓപ്ഷൻ റായ്ബറേലി ഓർ അമേഠി എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഇപ്പോ ആനന്ദ് കൊച്ചുകൂടി കുറെ എന്താണ് ഭയമാണ് എന്നൊക്കെ പറഞ്ഞു. അല്ല, അതിനകത്ത് എന്താണ് വസന്ത് അതിനകത്ത് അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് പ്രശ്നം? കാരണം അമേഠിയിലാണ് മത്സരം, അത് സ്മൃതി ഇറാനിയുമായാണ്. കഴിഞ്ഞ തവണ 55,000 വോട്ടുകൾക്ക് സ്മൃതി ജയിച്ച മണ്ഡലമാണത്. റായ്ബറേലി കുറച്ചുകൂടി സേഫായ മണ്ഡലമാണ് കോൺഗ്രസിന്. കാരണം കഴിഞ്ഞ വലിയ BJP നരേന്ദ്രമോദി വേവിലും UP-യിൽ കിട്ടിയ ഒരു സീറ്റ് റായ്ബറേലിയാണ്. അത് സ്വാഭാവികമായും ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ സുരക്ഷിത മണ്ഡലം തേടി രാഹുൽ ഗാന്ധി പോയി എന്നുള്ള ആക്ഷേപത്തിൽ തെറ്റെന്താണ്? ശരിക്കും രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിക്കേണ്ടത് സ്മൃതിക്കെതിരെയാണ്. കഴിഞ്ഞ വർഷത്തെ പരാജയത്തിന് നമുക്കറിയാം, പഴയ രാഹുൽ ഗാന്ധി അല്ല, ഭാരത് ജോഡോ യാത്ര നടത്തി കരുത്തുള്ള രാഹുൽ ഗാന്ധിയാണ് സ്മൃതിയെ നേരിടാൻ പോയി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നേരിടേണ്ടിയിരുന്നത്. അത് സംഭവിക്കുന്നില്ല. സ്വാഭാവികമാണ് ആ വിമർശനം. അത് എല്ലാവരും അത്തരത്തിൽ വിശ്വസിക്കുകയും ചെയ്യും. അല്ലല്ല, കാര്യം എന്താണെന്നറിയോ, ഈ തവണ അമേഠിയാണ് സേഫ്. അത് ശ്രീ രഞ്ജിത്തിനെ പോലെ സീനിയർ ആയിട്ടുള്ളവരൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതെങ്ങനെ അമേഠി സേഫ് ആവും? അവിടെ സ്മൃതി ഇറാനി പണിയെടുക്കുന്നുണ്ടെന്നേ. അവിടുത്തെ വീട് വെച്ച് താമസിച്ച് ജോലി ചെയ്യുന്ന സ്ഥലമാണെന്നേ. നോ, അവിടെ SP കഴിഞ്ഞ അവിടെ കാൻഡിഡേറ്റ് ഉണ്ട്. SP കാൻഡിഡേറ്റിന്റെയും രാഹുൽ ഗാന്ധിയുടെ വോട്ട് ഒരുമിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്മൃതി ഇറാനി തോറ്റു പോകും. കഴിഞ്ഞ SP കാൻഡിഡേറ്റ് ഇല്ല, ഇന്ത്യ മുന്നണിയായിട്ടാണ് മത്സരിക്കുക. അപ്പൊ SP-യുടെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കഴിഞ്ഞ തവണ ഇല്ലായിരുന്നു വസന്ത്. നെവർ SP വോട്ടുകൾ അവിടെ ഭിന്നിക്കപ്പെട്ടിട്ടുണ്ട്. ഈ തവണ അത് കൺസോളിഡേറ്റ് ചെയ്യണം. നോക്കൂ, ഇന്ന് അമേഠിയിലേക്ക് കൊണ്ടുവന്ന ഫ്ലെക്സിൽ പോലും രാഹുൽ ഗാന്ധിയുടെ മാത്രം ചിത്രമല്ല ഉള്ളത്, അതൊരു ഇന്ത്യ മുന്നണിയുടെ ചിത്രമാണ് അവിടെ കാണുന്നത്. വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണോ ന്യായീകരിക്കുന്നത്? സേഫാണ്. എന്താണ് അല്ല ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറയായിരുന്നു, കഴിഞ്ഞ തവണ അമേഠിയിൽ SP-ക്ക് സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു, BSP കാൻഡിഡേറ്റോ ഉണ്ടായിരുന്നില്ല. SP-ക്കും BSP-ക്കും കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. അത് പറയൂ വസന്ത് പറയൂ. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല ഇപ്പോൾ അവിടെ ഉള്ളത്. അവിടെ ഇന്ത്യ മുന്നണിയായാണ് മത്സരം. ഇന്ത്യ മുന്നണിയായി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ആ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യപ്പെടും. ആ പ്രതിപക്ഷ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യപ്പെടുന്നത് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ അവിടെ KL ശർമ്മ അവിടെ വരുന്ന കാൻഡിഡേറ്റിന് സ്വാഭാവികമായും അമേഠിയിൽ ഉണ്ടാകുന്ന കോൺഗ്രസ് കാൻഡിഡേറ്റിന് അനുകൂലമായി മാറും. നോക്കൂ, ഇവിടെ വൈകാരികമായ ഒരു പ്രശ്നമുണ്ടെന്നേ. റായ്ബറേലിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിന് എല്ലാ കാലത്തും ഇപ്പൊ നിങ്ങൾ പറയുന്ന ഭാഷ തന്നെ ഉപയോഗിച്ചാൽ സേഫായി നെഹ്റു കുടുംബത്തെ ഏത് തരംഗത്തിലും കൈവിടാവുന്നൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തോട് നീതി പുലർത്തുക എന്നുള്ളത് അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കൂടെ ആവശ്യമാണ്. പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കണമെന്നുള്ള അവരുടെ തീരുമാനമാണ്. ആ തീരുമാനത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും അംഗീകരിച്ചു എന്നുള്ളത് മാത്രമാണ്. നോക്കൂ, ഉത്തർപ്രദേശിലാണല്ലോ 2 മണ്ഡലങ്ങളുള്ളത്. ഉത്തർപ്രദേശിൽ തന്നെ, നോർത്ത് ഇന്ത്യയിൽ തന്നെ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുന്നു എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്ന് തന്നെയാണ്. അതിൽ സംശയമൊന്നും വേണ്ട. ഇപ്പൊ അദ്ദേഹം പറയണം എന്താണ്, ഭയമാണെന്ന് പറഞ്ഞാൽ ഈ കാശ്മീരം തൊട്ട് കന്യാകുമാരി വരെ യാത്ര നടത്തിയപ്പോൾ ഇല്ലാത്ത ഭയമാണോ രാഹുൽ ഗാന്ധി ഒരു സീറ്റിൽ മത്സരിക്കാൻ ഉണ്ടാവുക? അമേഠിയിൽ മത്സരിച്ച് തോറ്റ ആളല്ലേ അദ്ദേഹം. അമേഠിയിൽ മത്സരിച്ച് തോറ്റ ആൾക്ക് വീണ്ടും ആ സീറ്റിൽ മത്സരിക്കാൻ ഭയമുണ്ടാകുമെന്നൊക്കെ പറയുന്നത് സംഘപരിവാറിന് ഇടയിലാണ്. അത് ആനന്ദ് കൊച്ചുകൂടിയെ പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ വിളിച്ചു പറയരുത് എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ വയനാട് അദ്ദേഹം മത്സരിക്കാൻ എത്തുന്നു. സ്വാഭാവികമായും അവസാന നിമിഷം വരെ നരേന്ദ്രമോദി സൗത്ത് ഇന്ത്യയിൽ ഒരു സീറ്റിൽ മത്സരിക്കും എന്ന് പ്രചരണം ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? അപ്പൊ അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കും എന്ന് വരെ എത്രയോ വാർത്തകൾ വന്നു. അദ്ദേഹം മത്സരിക്കാൻ വന്നാൽ നമ്മൾ അതിനെ എതിർക്കുകയാണ് വേണ്ടത്. അതൊരു രാഷ്ട്രീയ പാപ്പരത്വമായോ ഒളിച്ചോട്ടമായോ കാണാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അത് സംഘപരിവാർ നരേറ്റീവാണെന്നേ. നോർത്ത് ഇന്ത്യയിൽ മത്സരിച്ചാൽ മാത്രമേ അവിടെ നിന്ന് ഒരു ശക്തനായ നേതാവ് വരൂ എന്നുള്ളത് എന്ത് തരം നരേറ്റീവാണത്? നോർത്ത് ഇന്ത്യയിലും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട്. അതിൽ ഇന്ന സീറ്റിൽ മത്സരിക്കാം, BJP ഓഫീസിൽ നിന്ന് എഴുതി തരുന്ന സീറ്റിൽ മത്സരിക്കണം എന്ന് പറയുന്നത് അസംഭവനീയമാണ്. അതിന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് തൽക്കാലിക സൗകര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതിൽ എന്തുകൊണ്ട് റായ്ബറേലി മത്സരിക്കുന്നു എന്ന് ചോദിച്ചാൽ 90% ആ മണ്ഡലവുമായുള്ള വൈകാരികമായ ഗാന്ധി കുടുംബത്തിന്റെ ബന്ധം ഒന്ന് തന്നെയാണ്. കാരണം അവിടെ ശ്രീമതി സോണിയാഗാന്ധി മാറുമ്പോൾ സ്വാഭാവികമായും പ്രിയങ്ക ഓർ രാഹുൽ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എത്തി. പ്രിയങ്ക ഗാന്ധി അസന്നിഗ്ധമായി ഞാൻ മത്സര രംഗത്തേക്കില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയിലേക്ക് എത്തുന്നു. ഒരു കാര്യം കൂടെ, അമേഠിയിലെ
കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി നിസ്സാരക്കാരനാണോ? അദ്ദേഹം ആദ്യമായി ശ്രീമതി സോണിയാഗാന്ധി അവിടെ മത്സരിക്കുന്ന സമയത്ത് ആ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ മാനേജറായ തെരഞ്ഞെടുപ്പിനെ നയിച്ച് ആ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിയെ വിജയത്തിലേക്ക് എത്തിച്ച ആളാണ് കെ എൽ ശർമ്മ. ആ കാലം തൊട്ട് ഇതാ ഇന്ന് വരെ ആ മണ്ഡലത്തിൽ അടിത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന അവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റികളുടെ ഒപ്പം നിൽക്കുന്ന ആളാണ് കെ എൽ ശർമ്മ. ആനന്ദ് കൊച്ചുകൂടി, അത് വസന്തിന്റെ ന്യായമാണ്. കാരണം കോൺഗ്രസിന് വൈകാരികമായി ഏറെ അടുപ്പമുള്ള മണ്ഡലമാണ് റായ്ബറേലി. അവിടെ രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റാര് എന്ന ചോദ്യമാണ്, അതും പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാത്ത സാഹചര്യത്തിൽ. അല്ല, ഈ പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് ചർച്ച ചെയ്യുകയാണ് നമ്മൾ. പ്രിയങ്ക ഗാന്ധി എപ്പോൾ രാഷ്ട്രീയത്തിൽ വരും? അവർ ഒരു തുറുപ്പ് ചീട്ടാണ്, അവരെ ഉപയോഗിച്ചാൽ അവർ നല്ല പ്രഭാഷകയാണ് എന്നൊക്കെയുള്ള പല ഇത്രയും കാലമായിട്ട് അവർ രാഷ്ട്രീയത്തിൽ അവർക്ക് മുഴുവൻ സമയ രാഷ്ട്രീയക്കാരിയായി തീരാൻ കഴിയാത്തത് അതിൻ്റെ ഒരു കാരണം രാഹുൽ ഗാന്ധി കൂടിയാണ്. കാരണം രാഹുൽ ഗാന്ധി ഒന്ന് രക്ഷപ്പെട്ട് കാണാൻ അവരുടെ അമ്മ ഈ സോണിയാഗാന്ധി ഒരു ഇറ്റലിയിൽ നിന്ന് വന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യയുടെ എല്ലാ സംസ്കാരവും പേറുന്ന ഒരു വനിതയാണ്. അവർ തികഞ്ഞ ഇന്ത്യക്കാരിയായി മാറിയതിന് ശേഷം ഈ ഒരു ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ തന്നെ പ്രതീകമായിട്ടുള്ള ഇപ്പോൾ ഒരു ഇന്ത്യൻ അമ്മയെ പോലെ, ഇപ്പോൾ ഇന്നാള് AK ആന്റണിയുടെ എലിസബത്ത് ആന്റണി ഇതുപോലെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? അവർക്ക് അവരുടെ മകൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഈ സോണിയാഗാന്ധി അവരുടെ മകൻ എങ്ങനെയെങ്കിലും ഒന്ന് രാഷ്ട്രീയത്തിൽ കരകയറട്ടെ എന്ന് വിചാരിച്ച് അവരുടെ നല്ല രാഷ്ട്രീയക്കാരിയായിട്ടുള്ള അവരുടെ മകളെ അവരുടെ രാഷ്ട്രീയ ഭാവിയെ കുരുതി കൊടുക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ 20 വർഷമായിട്ട് കാണുന്നത്. ഒരു ആൾക്ക് രാഷ്ട്രീയത്തിൽ ഇത്രയും കാലം 20 വർഷം സമയം കിട്ടിയിട്ടും അദ്ദേഹത്തിന് കാര്യമായിട്ട് പുരോഗതി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് 2 ഇലക്ഷനിൽ BJPയോട് വലിയ തോതിൽ തോൽവിയേറ്റു വാങ്ങേണ്ടി വരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വയം തോൽക്കുന്നു. അദ്ദേഹത്തിന് സ്വയം പലതവണ ജയിച്ചിട്ടുള്ള 70% വോട്ട് 77% വോട്ട് വാങ്ങി ജയിച്ചിട്ടുള്ള അമേഠിയിൽ കഴിഞ്ഞ തവണ 55,000 വോട്ടിന് അദ്ദേഹം തോൽക്കേണ്ടി വരുന്നു. ആ രാഹുൽ ഗാന്ധി വീണ്ടും ഭാരത് ജോഡോ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തെ പാക്കേജ് ചെയ്ത് ഇനി വീണ്ടും അദ്ദേഹത്തെ മുന്നിൽ വെക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവി തന്നെയാണ് കുരുതി കൊടുക്കേണ്ടി വരുന്നത്. അവർക്കിനിയും താമസിക്കണം, അവരിനിയും വെയിറ്റ് ചെയ്യണം. ഇനി രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ജയിച്ച് അദ്ദേഹം വയനാട് ഒഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് വേണമെങ്കിൽ പോയി മത്സരിക്കാം. അല്ലെങ്കിൽ ഇനി റായ്ബറേലിയാണ് ഒഴിഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അവിടെ പോയി മത്സരിച്ച് MP ആകേണ്ട ഗതികേടാണ് പ്രിയങ്ക ഗാന്ധിക്ക്. അല്ല, അങ്ങയുടെ സഹതാപം തോന്നുകയാണ്. ഈ രാജ്യത്ത് 2 സീറ്റേ ഉള്ളൂ. പ്രിയങ്ക ഗാന്ധിക്ക് മത്സരിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി മാറിക്കൊടുത്തിട്ട് വേണം മത്സരിക്കാൻ എന്നൊക്കെ പറയുന്നത് എന്ത് തരം എന്തായാലും ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഈ 2 ഇടത്ത് ജയിക്കുകയാണെങ്കിൽ വസന്ത് ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഏത് മണ്ഡലം കൈവിടണം എന്നുള്ള കാര്യത്തിൽ. അത് സ്വാഭാവികമായും വയനാടാകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ശ്രീ VG വിഷ്ണു, ഇവിടെ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. 2-3 ദിവസത്തെ അനിശ്ചിതത്വത്തിന് ശേഷം ഒടുവിൽ റായ്ബറേലിയിലേക്ക് അദ്ദേഹം പോവുകയാണ്. അത് UP-യിലൊട്ടാകെ കോൺഗ്രസിന് ശക്തി പകരും എന്നാണ് ആത്മവിശ്വാസം. അതിൻ്റെ BJP കാണുന്നത് എങ്ങനെയാണ്? ഇതിനകം തന്നെ പ്രതികരണം വന്നു കഴിഞ്ഞു, രാഹുൽ ഒളിച്ചോടിയ നിലയിൽ. പക്ഷേ അതിന് അങ്ങനെ കാണേണ്ട കാര്യമുണ്ടോ? റായ്ബറേലിയും അമേഠി പോലെ കോൺഗ്രസ് കുടുംബത്തിന് ഏറെ ആത്മബന്ധമുള്ള മണ്ഡലമാണ്. വടക്കേ ഇന്ത്യയിലെ മണ്ണിലിറങ്ങാൻ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വളരെ ഭയമാണ്. കോൺഗ്രസിൽ നിന്നുണ്ടായ വളരെ വലിയ വിമർശനങ്ങളുടെ ഫലമായിട്ടാണ് രാഹുൽ ഗാന്ധി അവസാനം റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ തവണ അമേഠി ഞങ്ങൾ രാഹുൽ ഗാന്ധിയിലൂടെ BJP തിരിച്ചു പിടിച്ചു. അതുപോലെ ഞങ്ങൾ ഇത്തവണ റായ്ബറേലിയും ഞങ്ങൾ സ്വന്തമാക്കും. BJPയാണ് റായ്ബറേലിയിൽ വിജയിക്കാൻ പോകുന്നത്. റായ്ബറേലി കോൺഗ്രസ്സുകാർക്കും സോണിയാഗാന്ധിക്കും തീരെഴുതി കൊടുത്ത ഒരു മണ്ഡലമൊന്നുമല്ല. 1977-ലും 96-ലും 98-ലുമൊക്കെ രാജ്നാരായൺ മുതൽ BJP സ്ഥാനാർത്ഥികൾ ഇവിടെ വിജയിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതുകൂടി BJP അവിടെ വിജയിച്ചു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം
ഈ രാജ്യത്തിന് യാതൊരുവിധ പ്രവർത്തനത്തിലും പങ്കാളിയാവാത്ത, ഈ രാജ്യത്തിലെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സ്വന്തം മണ്ഡലത്തെപ്പോൽ അവഗണിച്ച് അവിടെ കാണാത്തവരെയെല്ലാം ഈ രാജ്യത്തെ ജനത അതിശക്തമായി ചുട്ട മറുപടി നൽകും. അതുകൊണ്ട് റായ്ബറേലിയിൽ BJP വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ വയനാടും പൊന്നാനിയും മലപ്പുറവുമായി ഇന്ത്യൻ രാഷ്ട്രീയം ചുരുങ്ങുകയാണ്. ആ കോളത്തിലേക്ക് കോൺഗ്രസ് മാറുകയാണ്. അതുകൊണ്ട് ജൂൺ 4-ാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ രാഹുൽ ഗാന്ധി അമേഠിയിൽ പരാജയപ്പെടുന്നത് മാത്രമല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ സീറ്റിലേക്ക് കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ചുരുങ്ങിപ്പോവുകയും കോൺഗ്രസിൻ്റെ അവസാന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പുകൾ മാറുകയും ചെയ്യും. കോൺഗ്രസ് കുടുംബം തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി അപ്രസക്തമാകും. ഇത് BJPയുടെ വലിയ വിജയങ്ങൾക്കാണ് വരാൻ പോകുന്ന ദിവസം കാണാൻ പോകുന്നത്. അത് അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പേരിൽ എന്താണ്? നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രിയങ്ക കഴിഞ്ഞ തവണ സ്മൃതി ഇറാനിയോട് മത്സരിച്ച് തോറ്റ രാഹുൽ ഗാന്ധി അല്ല ഇത്തവണ. ഇന്ത്യ മുന്നണി എന്ന വലിയൊരു സഖ്യത്തിൻ്റെ പിന്തുണ രാഹുൽ ഗാന്ധിക്കുണ്ട്. UPയിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് വിട്ടുവീഴ്ചകൾ നടത്തിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഒപ്പം ഭാരത് ജോഡോ യാത്ര നടത്തി വലിയ വിശ്വാസം ആർജിച്ച ഒരു പ്രവർത്തകനായി കൂടുതൽ കരുത്തായ രാഹുൽ ഗാന്ധിയാണ് അവിടെ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. അപ്പോൾ BJPക്ക് ഇപ്പോൾ വിഷ്ണു പറഞ്ഞതുപോലത്തെ ആത്മവിശ്വാസം അതൊരു അമിത വിശ്വാസമല്ലേ? അല്ല, റായ്ബറേലിയിൽ വിജയിക്കുമെങ്കിൽ എന്തേ കോൺഗ്രസ് നേരത്തെ രാഹുൽ ഗാന്ധി അവിടെ പ്രഖ്യാപിക്കാതിരുന്നത്? ഇന്നലെയാണല്ലോ BJP സ്ഥാനാർത്ഥി അടക്കം പ്രഖ്യാപിച്ചത് പല മണ്ഡലങ്ങളിലും. അല്ല, ഞങ്ങൾക്ക് റായ്ബറേലിയിൽ യാതൊരുവിധ അനിശ്ചിതത്വവുമില്ല. ഞങ്ങൾ വിജയിക്കാൻ പോവുകയാണ്. പക്ഷേ കോൺഗ്രസ് പറയട്ടെ, കോൺഗ്രസ് തങ്ങളുടെ പ്രധാന സീറ്റായി കാണുന്ന, കോൺഗ്രസ് കുടുംബം കുത്തകയായി കുറേ വർഷങ്ങളായി സ്വന്തം കുടുംബസ്വത്ത് പോലെ വയ്ക്കുന്ന റായ്ബറേലിൽ അവർക്ക് കൃത്യമായ സമയത്ത് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. കാരണം കോൺഗ്രസിനുള്ളിൽ തുടരുന്ന അനിശ്ചിതത്വവും സീറ്റിന് വേണ്ടിയുള്ള വടംവലിയുമാണ്. കാരണം പ്രിയങ്ക ഗാന്ധിക്ക് ആ സീറ്റ് വേണം, രാഹുൽ ഗാന്ധിക്ക് ആ സീറ്റ് വേണം. കാര്യം വയനാടിൽ പോലും രാഹുൽ ഗാന്ധി വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രാഹുൽ ഗാന്ധി ചിലപ്പോൾ വയനാട് വിജയിക്കുമായിരിക്കാം. കാര്യം ഒരു ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ വോട്ട് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി വയനാട് ഉണ്ട് എന്നുള്ളത് വസ്തുതാപരമായ കാര്യം തന്നെയാണ്. ഞങ്ങൾ പറയട്ടെ, സ്വന്തം കുടുംബസ്വത്തായി കാണുന്ന ഈ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ പരാജയപ്പെടുത്തിയില്ലേ? 3 തവണ BJPയും രാജ്നാരായണനും അടക്കം റായ്ബറേലിയിൽ വിജയിച്ചു. INDA മുന്നണിയുടെ ഒരു ഗുണവും കോൺഗ്രസിന് ഉണ്ടാകാൻ പോകുന്നില്ല. റായ്ബറേലിലും അമേഠിയിലും കഴിഞ്ഞ തവണ ഈ പറഞ്ഞ ഇപ്പോൾ മുന്നണിയാണെങ്കിൽ പോലും കഴിഞ്ഞ തവണ BSP അല്ലാതെ മറ്റ് ഒരു പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് INDA മുന്നണി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. റായ്ബറേലിയിലടക്കം നിങ്ങൾ കണക്കുകൾ പരിശോധിക്കൂ. ഓരോ തെരഞ്ഞെടുപ്പിലും BJP വോട്ട് വർദ്ധിപ്പിച്ച് മുന്നോട്ട് വരികയാണ്. കോൺഗ്രസ് കുടുംബത്തിൻ്റെ വോട്ട് ഷെയർ കുറഞ്ഞാണ് റായ്ബറേലിലും അമേഠിയിലും വരുന്നത്. റായ്ബറേലിൽ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഉത്തർപ്രദേശിലെ കോൺഗ്രസിൻ്റെ അവസാനത്തെ MP ആയിരിക്കും. റായ്ബറേലിൽ MP ആയിരുന്നു സോണിയാഗാന്ധിയായി ചരിത്രത്തിൽ മാറാൻ പോവുകയാണ്. അതാണ് വസന്ത BJPയുടെ ആത്മവിശ്വാസം. കാരണം അത് ചെറുതല്ല. നമുക്കറിയാം, അമേഠി പോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 3,40,000 വോട്ടുകൾക്ക് 2009 രാഹുൽ ഗാന്ധി വിജയിച്ച ഒരു മണ്ഡലത്തെ 2014 മുതൽ 2014 വിജയിച്ചില്ല എങ്കിൽ പോലും വലിയ പോരാട്ടം സ്മൃതി ഇറാനി കാഴ്ചവെക്കുന്നു. അതിനുശേഷം സ്മൃതി അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തുന്നു. 2019 വലിയ അട്ടിമറിയിലൂടെ നിങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകുന്നു സ്മൃതി ഇറാനിയുടെ BJP. അപ്പോൾ BJPയുടെ ലക്ഷ്യം ചെറുതല്ല. ഇത്തവണ രാമക്ഷേത്രത്തിൻ്റെ ഒരു വലിയ പിന്തുണ UPയിൽ BJPക്കുണ്ട്. അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 67 എന്നതിൽ നിന്ന് 80 1077 സീറ്റുകളിലേക്ക് എത്തുമെന്നുള്ള പല സർവേ പ്രചരണങ്ങളും അവിടെയുണ്ട്. ഇന്ത്യ മുന്നണി ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ കരുത്ത് എത്രത്തോളം ഉണ്ട് എന്ന് കാത്തിരുന്നു കാണണം. അങ്ങനെ നിരവധി വെല്ലുവിളികൾക്കിടയിലാണ് റായ്ബറേലിയിലും രാഹുൽ എത്തുന്നത്. അല്ല, അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ശ്രീ ആനന്ദ് കൊച്ചുകൂടി അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകന്റെ റോൾ ഇട്ടുകൊണ്ട് സംഘപരിവാർ രാഷ്ട്രീയം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? പ്രിയങ്ക ഗാന്ധിക്ക് മത്സരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി മാറിക്കൊടുക്കണം അത്രേ. ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു സീറ്റിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചാൽ കോൺഗ്രസ് പാർട്ടി അതിനെ എതിർക്കുമെന്ന് വിശ്വസിക്കുന്നത് ആനന്ദ് കൊച്ചുകൂടിയും കുറച്ച് സംഘപരിവാർ മൂടന്മാരും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ്. പ്രിയങ്ക ഗാന്ധിയുമാണ്. വസന്ത, ഈ ദൃശ്യങ്ങൾ നമ്മൾ ലൈവായിട്ടുള്ള ദൃശ്യങ്ങളിൽ രാഹുലും പ്രിയങ്കയും സോണിയയും അടക്കം ഇപ്പോൾ മനസ്സിലാക്കുന്നത് റായ്ബറേലിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. യുപിയിലെ ഒരുപക്ഷെ റായ്ബറേലിലേക്കുള്ള യാത്രയിലായിരിക്കാം. പ്രിയങ്ക ഗാന്ധിയെ ദൃശ്യങ്ങളിൽ കാണാം. ഫ്ലൈറ്റിൽ അദ്ദേഹം ഒരു വിമാനത്തിൽ വന്ന് ഇറങ്ങി. 3 പേരുമുണ്ട്, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒപ്പം പ്രിയങ്ക ഗാന്ധിയുമുണ്ട്. ആ ദൃശ്യങ്ങൾ, ലൈവായിട്ടുള്ള ദൃശ്യങ്ങൾ കാണാം. വസന്തിന് തുടരാം. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ ആ വാദത്തെ അംഗീകരിക്കുക അദ്ദേഹവും, അല്ലെങ്കിൽ അതിൽ കുറച്ച് മൂഢസ്വർഗത്തിൽ ഇരിക്കുന്ന രാജ്യത്തിന്റെ ചരിത്രം അറിയത്തില്ലാത്ത, രാഷ്ട്രീയ ചരിത്രം അറിയത്തില്ലാത്ത ചില സംഘപരിവാർ മൂടന്മാരും മാത്രമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ മത്സരിക്കാൻ തീരുമാനിച്ചാൽ ഈ രാജ്യത്ത് ഏത് സീറ്റിൽ വേണമെങ്കിലും അവർക്ക് മത്സരിക്കാം. അതിന് കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ്, പ്രവർത്തകർ എതിര് നിൽക്കുമെന്ന് വിശ്വസിക്കാൻ ഞാൻ അത്രയ്ക്ക് മൂഢനല്ല. അതുകൊണ്ട് ആ വാദത്തെ ഞാൻ തള്ളിക്കളയാണ്. അങ്ങ് ചോദിച്ചത് റായ്ബറേലി അടക്കം ഇതാ BJP എന്ത് ചെയ്യുന്നു,
വോട്ട് ഷെയർ വർദ്ധിപ്പിച്ച് വരികയാണല്ലോ. അപ്പൊ സ്വാഭാവികമായും അവിടെ ജയിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ റായ്ബറേലിയിൽ കോൺഗ്രസ് തോറ്റിട്ടില്ലേ? തോറ്റിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ട്. ഞങ്ങൾ തോൽവികൾ കണ്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഭയന്ന് ഒളിച്ചോടുന്നവരെല്ലാം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 77-ൽ ശ്രീമതി ഇന്ദിരാഗാന്ധി തന്നെ തോറ്റുപോയില്ലേ 3.5 ലക്ഷം വോട്ടിന്? അവിടെ നിന്ന് ബലിച്ചി മൂവ്മെന്റ് അടക്കമുള്ള മൂവ്മെന്റുകളിലൂടെ 4-3 ഭൂരിപക്ഷവുമായി പാർലമെന്റിലേക്ക് മടങ്ങി വന്ന പാരമ്പര്യം ഞങ്ങൾക്കുണ്ടെന്നേ. ആ ചരിത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുപോലൊരു മൂവ്മെന്റ് ആയാണ് ഞങ്ങൾ ഭാരത് ജോഡോ യാത്രയെ കാണുന്നത്. എങ്ങനെയാണോ ബലൂച്ചിയിലേക്ക് ശ്രീമതി ഗാന്ധി പോയത്, അതേ രീതിയിൽ സാധാരണക്കാരെ ചേർത്ത് നിർത്തിയ ഒരു മൂവ്മെന്റ് ആയാണ് ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയെ കാണുന്നത്. അതൊരു സൈലന്റ് മൂവ്മെന്റ് ആണെന്നും ഒരു സൈലന്റ് റെവല്യൂഷൻ ആണെന്നും അതിന്റെ റിസൾട്ട് ജൂൺ 4-ാം തീയതിയാണ് കാണാൻ പോകുന്നതും എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അത് സ്വാഭാവികമായും ഉണ്ടാകും. ഇപ്പോ വിഷ്ണു പറയുകയാണ് അമേഠിയിൽ അടക്കം ഞങ്ങൾ തോക്കാൻ പോവുകയാണ്. ഏറ്റവും അവസാനത്തെ UP-യിൽ നിന്നുള്ള MP ആയി ശ്രീമതി സോണിയാഗാന്ധി മാറും എന്ന് പറയുമ്പോൾ സ്മൃതി ഇറാനിയുടെ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീ KL ശർമ്മ സ്മൃതി ഇറാനിയുടെ പെട്ടിയിലെ അവസാനത്തെ ആണിയും അടിച്ച് ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അവർ മടങ്ങി വരാത്ത രീതിയിൽ പൂർണ്ണമായി അവരെ ഒരു സമ്പൂർണ്ണ പരാജയത്തിലേക്ക് തള്ളിവിടുന്ന കാഴ്ച ജൂൺ 4-ാം തീയതി പെട്ടിക്ക് ആണിയടിച്ചവരാണ് ശ്രീ കോൺഗ്രസിന്റെ വിലയിരുത്തൽ. പിന്നീട് രണ്ടാമത് ശ്രീ വിഷ്ണു പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്, വളരെ പച്ച വർഗീയതയാണ് വിളിച്ചു പറയുന്നത്. വയനാട്ടിൽ വന്നപ്പോൾ ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടായി, അതുകൊണ്ടാണ് ആ സീറ്റിൽ ജയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പല സീറ്റുകളിലും ജയിക്കുന്നത് ഒരു അവർണ ഹൈന്ദവ കൺസോളിഡേഷന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഇതൊന്നും ഒരു തരത്തിൽ കൺസോളിഡേഷനുകളല്ല, മറിച്ച് രാജ്യത്ത് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന, ഞാനാവട്ടെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ പാർട്ടി ആവട്ടെ, നമ്മൾ ഡെലിവർ ചെയ്യുന്ന ചില ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളോട് ജനം പ്രത്യുത്തരിക്കുന്നതാണ്. അല്ലാതെ അതിനെ കൺസോളിഡേഷൻ എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഡെലിവർ ചെയ്തത് എന്താണ്? UP-യിലടക്കം പല സീറ്റുകളിലും 1-ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞത് ഒരു ഹൈ വോൾട്ടേജ് പ്രചരണം നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഏറ്റിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഗിയർ ഷിഫ്റ്റ് ചെയ്തില്ലേ മോദിയും ടീമും? ഗിയർ ഷിഫ്റ്റ് ചെയ്തില്ലേ? മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞെടുത്ത് നിന്ന് 2-ാം ഘട്ട പ്രചരണത്തിലേക്ക് വന്നപ്പോ അത് കോൺഗ്രസ് താലിവാല മറിക്കും, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അത് പറയുന്നു ഇത് പറയുന്നു എന്നുള്ള ഗിയർ ഷിഫ്റ്റിംഗിലേക്ക് നിങ്ങൾ പോയില്ലേ? അപ്പൊ ആ രീതിയിൽ എന്ത് പച്ച വർഗീയതയും വിളിച്ചു പറഞ്ഞ് മുമ്പോട്ട് പോകാം എന്നുള്ള നിങ്ങളുടെ തീരുമാനത്തിന്, നിങ്ങളുടെ പ്രചരണ ആയുധത്തിന് ഏക്കുന്ന തിരിച്ചടിയായിരിക്കും റായ്ബറേലിയും ശരി. ആനന്ദ് കൊച്ചുകൂടിയിലേക്കും VG വിഷ്ണുവിലേക്കും വരാം വളരെ പെട്ടെന്ന്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വസന്തിലേക്കും വരാം വളരെ പെട്ടെന്ന്. जॉइन इंडिया एक प्रकार से രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്കുള്ള യാത്രയിലാണ്. പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും ഒപ്പമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, സംഘപരിവാറിന്റെ അജണ്ടയാണ് ഇത്തരം പ്രചരണങ്ങൾ എന്നാണ് വസന്ത് തെങ്ങുംപള്ളി പറയുന്നത്. കാരണം നമുക്കറിയാം ഇത്തവണ ഈ 1-ാം ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ടായ മാറ്റങ്ങൾ പോലും വളരെ പ്രധാനമാണ്. ഒരു കഴിഞ്ഞ തവണത്തെയൊക്കെ പോലെ, കഴിഞ്ഞ തവണയും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല, അത്തരത്തിലൊരു സേഫായ ഒരു വിജയത്തിലേക്ക് NDA മുന്നണി ആദ്യഘട്ടത്തിലൊക്കെ പ്രചരിച്ചിരുന്ന പോലെ എത്തില്ല എന്ന സൂചനകൾ ദേശീയതലത്തിൽ അത്തരത്തിൽ ചില റിപ്പോർട്ടുകൾ കൂടി വ്യക്തമാകുന്നുണ്ട്. അതനുസരിച്ചുള്ള പ്രചരണ തന്ത്രങ്ങൾ മാറ്റുന്ന മോദിയെയും BJPയെയും ഒക്കെ നമ്മൾ കണ്ടതുകൂടിയാണ്. അപ്പോൾ രാഹുൽ കൂടി ഇത്തരത്തിൽ ഉത്തരേന്ത്യയിൽ സജീവമാകുമ്പോൾ, പ്രിയങ്ക ഗാന്ധി പ്രചരണ ചുമതല ഏറ്റെടുക്കുമ്പോൾ അത് കോൺഗ്രസിന് INDA മുന്നണിക്കുള്ള ആത്മവിശ്വാസം കൂട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് കോൺഗ്രസ്. അല്ല, ഞാൻ അതിനോട് യോജിക്കുന്നില്ല രഞ്ജിത്ത്. ഈ BJPക്ക് കാര്യമായിട്ടുള്ള ഒരു തിരിച്ചടി എത്രമാത്രം അത് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ BJPക്ക് ഈ പറയുന്നത് പോലെ 400 സീറ്റോ 370 സീറ്റോ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് തുടക്കം മുതലേ ഞാൻ പറയുന്നതാണ്. അത് ഈ അടുത്ത ദിവസങ്ങൾ പ്രത്യേകിച്ചും ഈ കേജ്രിവാളിനെയും ഹേമന്ത് സോറനെയും ഒക്കെ അറസ്റ്റ് ചെയ്തതിന് ശേഷമൊക്കെയുള്ള ഈ 2 ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് കുറഞ്ഞതും അതിനുശേഷം പ്രധാനമന്ത്രി നടത്തുന്ന വർഗീയ ക്യാമ്പയിനും ഒക്കെ ശേഷം അത് കുറച്ചുകൂടി വ്യക്തമായി വരികയാണ്. പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ പോയി മത്സരിക്കുന്നത് കൊണ്ട് എന്താണ് ഉണ്ടാകുന്നത്? അദ്ദേഹം അമേഠിയിൽ മത്സരിക്കുന്നതും റായ്ബറേലിയിൽ മത്സരിക്കുന്നതുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അദ്ദേഹം അമേഠിയിൽ മത്സരിക്കുമായിരുന്നെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ 5 തവണയായി മത്സരിച്ച സീറ്റാണ്. 2004 മുതൽ അദ്ദേഹം മത്സരിക്കുന്ന സീറ്റാണ്. അദ്ദേഹം 3 തവണ ജയിച്ചു, 1 തവണ തോറ്റു. ഇത് 5-ാം മത്സരമാകുമായിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെ മത്സരിക്കാതെ ആ സീറ്റിൽ കഴിഞ്ഞ തവണ 1 തവണ ആദ്യമായി തോറ്റതിന് ശേഷം
അദ്ദേഹം തൊട്ടടുത്തുള്ള റായ്ബറേലിയിലേക്ക് മാറുകയാണ്. അവിടെ കുറച്ചുകൂടി ജയം എളുപ്പമായിരിക്കും എന്ന കണക്കുകൂട്ടലിലായിരിക്കുമല്ലോ മാറുന്നത്. അല്ലാതെ റായ്ബറേലി സോണിയാഗാന്ധി ഒഴിഞ്ഞു കൊടുത്തപ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നായിരുന്നു ആദ്യം കേട്ടത്. പക്ഷേ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ തൽക്കാലം മത്സരിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സ്മൃതി ഇറാനിയോട് ജയിച്ച് അല്ലെങ്കിൽ മത്സരിച്ച് ജയിക്കാനുള്ള ആത്മവിശ്വാസക്കുറവ് തന്നെയാണ് എന്നുള്ളത് അത് സംഘപരിവാർ പറഞ്ഞാലും ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞാലും അതൊന്നും എനിക്ക് ബാധകമല്ല. ഈ സത്യം ആര് വിളിച്ചു പറഞ്ഞാലും അത് സത്യമല്ലാതാകില്ലോ. അത് സംഘപരിവാർ പറയുന്നത് കൊണ്ട് ഒരു ഇപ്പോൾ സമയം ഇത്രയാണ് അല്ലെങ്കിൽ ഇപ്പോൾ പകലാണ് രാത്രിയല്ല എന്നൊരു സംഘപരിവാരക്കാരൻ പറഞ്ഞാൽ അത് ഞാൻ പറയുന്നത് കൊണ്ട് അത് അസത്യമാകില്ലല്ലോ. സത്യം ആര് പറഞ്ഞാലും അത് സത്യമാണ്. അതുകൊണ്ട് ഈ വസന്ത് തെങ്ങുംപള്ളിയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഈ ചാനലിൽ വന്നിരുന്ന് വർത്തമാനം പറയുന്ന ആൾക്കാരോ ഒന്നും എന്നെ അത് പറഞ്ഞ് പേടിപ്പിക്കേണ്ട. കുറെ കാലം CPM-കാരും BJP-കാരും ഒക്കെ ഇതുപോലുള്ള പല അടവുകളും എടുത്തതാണ്. എനിക്ക് അതുകൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല. എന്നെ സംഘപരിവാറുകാരനോ ഈ സുഡാപ്പിയോ കമ്മിയോ കൊങ്ങിയോ ഒന്നും ആക്കാൻ വിചാരിച്ചാലും നടക്കില്ല. കാരണം ചാനലിൽ ഞാനിപ്പോ ഒരു 10 വർഷമായിട്ടെങ്കിലും വരുന്ന ഒരാളാണ്. ജനങ്ങൾ വിലയിരുത്തട്ടെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ രാഹുൽ ഗാന്ധിയുടെ ഈ അമേഠിയിൽ അദ്ദേഹം മത്സരിക്കാത്തതിന് 2 കാരണങ്ങൾ നമുക്ക് നേരത്തെ ഞാൻ മുരളീധരന്റെ ഒരു കാര്യം സൂചിപ്പിച്ചു. ശശി തരൂരിന്റെ ഒരു കാര്യം എടുക്കുക. കേരളത്തിലെ തിരുവനന്തപുരത്തെ MP ആണ്. അദ്ദേഹം ഇടയ്ക്ക് തൃശ്ശൂർ മത്സരിക്കുക അല്ലെങ്കിൽ തിരുവനന്തപുരം സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാനുള്ള കോട്ടയം മത്സരിക്കുക, തൃശ്ശൂർ മത്സരിക്കുക എന്നൊക്കെയുള്ള ചില ആലോചനകൾ നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം അതിന് കാരണമായിട്ട് പറഞ്ഞിരുന്നത് അവിടെ തിരുവനന്തപുരത്ത് ലത്തീൻ സമുദായത്തിൻ്റെയൊക്കെ വോട്ട് നഷ്ടപ്പെടും എന്നൊക്കെയുള്ള ഒരു ഭയങ്ങളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം എന്താണ് ചെയ്തത്? അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മത്സരിച്ച് അദ്ദേഹം ഇപ്പോൾ ജയിക്കുമെന്നുള്ള വിലയിരുത്തലാണ് മൊത്തത്തിൽ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം അവിടെ തന്നെ മത്സരിച്ചു. ആ മത്സരത്തിൽ കൂടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയക്കാരനായിട്ടുള്ള അദ്ദേഹം ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനാണെന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം മത്സരിച്ചത്. എന്നാൽ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി അദ്ദേഹം രാഷ്ട്രീയത്തിന് തന്നെ പറ്റിയ ഒരാളല്ല എന്ന് തെളിയിക്കുന്ന തീരുമാനങ്ങളാണ് അദ്ദേഹം കൂടെ എടുക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ 2004 മുതലുള്ള പല കാര്യങ്ങളിലും നമുക്ക് വ്യക്തമാണ്. ഏറ്റവും അവസാനമായിട്ട് അങ്ങനെ വന്നിട്ടുള്ള ഒരു തീരുമാനമാണ് അദ്ദേഹം അമേഠിയിൽ മത്സരിക്കുന്നില്ല, റായ്ബറേലിയിലാണ് മത്സരിക്കുന്നത്. ഇതിനേക്കാൾ ഭേദം അദ്ദേഹം 2 മത്സരിക്കാതെ വയനാട് മാത്രം മത്സരിക്കുന്നതായിരുന്നു എന്ന് ഞാൻ പറയും. കാരണം ഇത് സ്മൃതി ഇറാനിയെ പേടിച്ച് ഓടി എന്നുള്ളത് സംഘപരിവാർക്കാർ മാത്രമായിരിക്കില്ല പറയുന്നത്, അത് കോൺഗ്രസിലുള്ള കുറെ പേരെങ്കിലും വിശ്വസിക്കും. കാരണം അത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ അദ്ദേഹം അല്ലെങ്കിൽ അമേഠിയിൽ മത്സരിക്കാതിരിക്കാനുള്ള ഒരു കാരണവുമില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റുമായിരുന്നു. തിരുവനന്തപുരത്ത് ശശി തരൂറിന് അദ്ദേഹത്തിനെതിരെ വികാരമുള്ളപ്പോഴും ജയിക്കാൻ പറ്റുന്നത് പോലെ അല്ലെങ്കിൽ ജയിക്കാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നത് പോലെ അദ്ദേഹം അമേഠിയിൽ ഇത്തവണ മത്സരിച്ചെങ്കിൽ ജയിക്കാൻ പറ്റുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ രാഷ്ട്രീയത്തിൽ ചില കാര്യങ്ങളുണ്ട്, അത് ഈ രാഷ്ട്രീയം മനസ്സിലാക്കാത്ത ഈ രാഹുൽ ഗാന്ധിയെ പോലെ രാഷ്ട്രീയത്തിന് യോജിക്കാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപദേശിക്കുന്ന കുറെ ഉപദേശികളുണ്ട്, മലയാളികൾ ഉൾപ്പെടെ. KB ബൈജു, KC വേണുഗോപാൽ തുടങ്ങിയ മലയാളികളുണ്ട്. ആശിഷ് വിദ്യാർത്ഥി എന്ന് പറയുന്ന ഒരാളുണ്ട്, കനിഷ്ക സിംഗ് എന്ന് പറയുന്ന ആളുണ്ട്, ഒരു രാജു ഉണ്ട്. ഇതുപോലെ കുറെ മണ്ടന്മാർ ആണ് ഇദ്ദേഹത്തെ ഈ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉപദേശികളെക്കാൾ വലിയ രാഷ്ട്രീയം മനസ്സിലാക്കാത്ത ആളാണ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ നേതാക്കന്മാരാണ്. അവരെ അങ്ങനെ നമ്മൾ ആ തരത്തിലുള്ള പ്രയോഗം ഒരു ചാനൽ ചർച്ചയിൽ നിന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. KC വേണുഗോപാലിനെ പോലെ വളരെ പ്രഗത്ഭരായ നേതാക്കന്മാരെ. ഏതായാലും വിഷ്ണു, നമുക്ക് വരാം വിഷ്ണു, നമുക്ക് വരാം മറുപടിക്കുള്ള സമയമുണ്ട്. വിഷ്ണു, നമുക്ക് ഇവിടെ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിലൊക്കെ വലിയ അമിത ആത്മവിശ്വാസത്തിൽ 400+ എന്നുള്ളതായിരുന്നു BJP-യുടെ NDA മുന്നണിയുടെ ആത്മവിശ്വാസം. അത് ആ തരത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ ആദ്യഘട്ടം കടന്നപ്പോൾ ഒരു ചെറിയ ഗിയർ ഷിഫ്റ്റ് ഉണ്ടായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എന്ന് നമുക്കറിയാം. അത് പഴയതുപോലെ ഈ 400+ എന്ന രീതിയിൽ തന്നെ ഇപ്പോൾ നേതാക്കന്മാരൊന്നും കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുമില്ല. അങ്ങനെ തുടക്കത്തിലുള്ള തരത്തിലുള്ളൊരു വലിയ വിജയപ്രതീക്ഷ അധികാരത്തിൽ വരുമെന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണെന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി ഒരു മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാക്കാൻ രാജ്യത്ത് സാധിച്ചു എന്നുള്ള വിലയിരുത്തലും വരുന്നുണ്ട്. അല്ല, ഇവിടെയാണ് INDA മുന്നണിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരിടത്തുമില്ല. കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും ഉത്തർപ്രദേശിൽ കോൺഗ്രസും SP-യും അടക്കമുള്ള കക്ഷികൾ തമ്മിൽ ധാരണയിൽ തന്നെയാണ് മത്സരിച്ചത്. അന്നും BSP മാത്രമാണ് പ്രത്യേകം മത്സരിച്ചുള്ളത്. അവർ INDA മുന്നണിയുടെ ഭാഗമല്ല. ഇനി ബംഗാളിലേക്ക് പോകാം.
ബംഗാളിൽ തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിച്ചു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ CPM-ഉം കോൺഗ്രസും മാത്രം അല്പം വ്യത്യാസത്തിൽ മത്സരിച്ചു. ഇപ്പോൾ അവർ ഒരുമിച്ച് മത്സരിക്കുന്നു. ഇതൊന്നും BJP-ക്കോ NDA-ക്കോ യാതൊരു തരത്തിലുള്ള ഭീഷണിയും ഉയർത്തുന്നില്ല. കാരണം ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ജനങ്ങൾക്ക് ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ഞങ്ങളുടെ നയങ്ങളുടെയും നിലപാടുകളുടെയും അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേടുന്നത്. ഇനി രാഹുൽ ഗാന്ധിയോട് വരുമ്പോൾ പച്ച വർഗീയത പറയുന്നു എന്ന് പറയുന്നു. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യം തന്നെയാണ്. പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു, ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണങ്ങൾ മുഴുവൻ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ചാർത്തി കൊടുക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. കോൺഗ്രസ് അധികാരത്തിലിരുന്ന എല്ലാ കാലഘട്ടത്തിലും ഈ രാജ്യത്തിൻ്റെ എല്ലാ വിഭവങ്ങളും ഒരു മതത്തിൽ കേന്ദ്രീകരിച്ച് നൽകാൻ തന്നെയായിരുന്നു അവരുടെ തീരുമാനം. ഈ തീരുമാനത്തിനെതിരെ ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഞാൻ പറയട്ടെ, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം പരസ്യമായി തന്നെ പൊതുയോഗത്തിൽ പറഞ്ഞു, ഈ രാജ്യത്തെ ഏതൊരു വിഭവം ഉണ്ടെങ്കിലും അതിൻ്റെ ആദ്യത്തെ അവകാശി മുസ്ലിങ്ങളായിരിക്കണം. നരേന്ദ്രമോദി പറഞ്ഞു, ഈ രാജ്യത്തെ എല്ലാ വിഭവങ്ങളും ഹിന്ദുക്കൾക്ക് വേണമെന്ന്. ഞങ്ങൾ ഒരിക്കലും പറഞ്ഞില്ല. ഈ രാജ്യത്തിൻ്റെ എല്ലാ വിഭവങ്ങളുടെ അവകാശികൾ ഈ രാജ്യത്തെ ജനങ്ങളാണെന്നാണ് ഞങ്ങളുടെ നിലപാട്. പറയട്ടെ, രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് വയനാട് മത്സരിച്ചത്? ഒരു സേഫ് സീറ്റ് എന്നതിലല്ല, ന്യൂനപക്ഷ അല്ല. പറയട്ടെ വസന്തേ, നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. നിങ്ങൾ സംസാരിക്കട്ടെ, ഞാൻ സംസാരിക്കട്ടെ. പറയട്ടെ അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ എനിക്ക് മറുപടി പറഞ്ഞോളൂ. നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ടല്ലോ, പറയൂ, അപ്പോഴും പറയൂ. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വയനാട് വന്നു? വയനാട് എന്ന് പറയുന്ന സീറ്റ് കോൺഗ്രസ് കാലാകാലം എന്താണ്? മൻമോഹൻ സിംഗ് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഈ രാജ്യത്തെ സ്വത്തിന് അവകാശം എന്ന് ഈ രാജ്യത്തെ ഏതൊരു വിഭവങ്ങളുടെ ആദ്യ അവകാശി മുസ്ലിം വിഭാഗങ്ങളാണെന്ന് പരസ്യമായി മൻമോഹൻ സിംഗ് പൊതുയോഗത്തിൽ പറഞ്ഞതാണ്. താങ്കളൊന്ന് ഗൂഗിൾ ചെയ്യൂ, താങ്കൾക്ക് കിട്ടും. ന്യൂസ് 18 ശ്രീ രഞ്ജിത്ത് അതൊന്ന് പ്ലേ ചെയ്യാൻ പറ്റുമെങ്കിൽ പ്ലേ ചെയ്തിട്ട് അദ്ദേഹം കാണട്ടെ. അതിന് എനിക്ക് തടസ്സമൊന്നുമില്ല. ഞങ്ങളിത് പലതവണ കണ്ടതാണ്. ഇത് കോൺഗ്രസിന്റെ നയമാണ്. കോൺഗ്രസ് പറയട്ടെ, 2004 ആന്ധ്രാപ്രദേശിൽ അധികാരത്തിൽ വന്നപ്പോഴാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണവുമായി കോൺഗ്രസ് വന്നത്. അത് കോടതി ഇടപെട്ട് തടയുകയും ചെയ്തു. ഇനിയും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇത്തരത്തിലുള്ള നയങ്ങളും നിലപാടുകളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ജനങ്ങളോട് ഞങ്ങൾ അസന്നിഗ്ധമായി പറയുന്നു. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വയനാട് മത്സരിക്കുന്നു? വയനാട് ഒരു ന്യൂനപക്ഷ വസന്തേ, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് മറുപടി പറയൂ. അല്ല രഞ്ജിത്തെ, ഇടപെടുക. ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടരുത്. ഞാൻ അദ്ദേഹം മറുപടി പറയാം. വസന്തേ മറുപടി പറയാം. മറുപടിയിലേക്ക് വരാം. വിഷ്ണു സംസാരിക്കട്ടെ. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെടേണ്ടി വരും. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. എന്നെ തടസ്സപ്പെടുന്നത് നിങ്ങൾ സംസാരിക്കുന്ന അപ്പോഴ് നിങ്ങളുടെ ഊഴത്തിൽ സംസാരിക്കും. ഞാൻ പറയട്ടെ, പറഞ്ഞതിന് നിങ്ങൾ മറുപടി പറ, പിന്നീട് പറ. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. നിങ്ങളുടെ അവസരത്തിൽ ഞാൻ ഇടപെടുന്നില്ല. പിന്നെന്താണ് പറയുന്ന? നിങ്ങളുടെ അവസരത്തിൽ വിഷ്ണു പറഞ്ഞു പൂർത്തിയാക്കൂ. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നത്? വയനാട് ഒരു ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ പാർലമെന്റാണ്. വയനാട് എന്ന് പറയുന്നതിൽ വയനാടിലെ 3 അസംബ്ലിയും മലപ്പുറത്തെ 3 അസംബ്ലിയും തിരുവമ്പാടിയും ചേർന്നതാണ് വയനാട് പാർലമെന്റ് എന്ന് പറയുന്നത്. ഇത് ന്യൂനപക്ഷ കേന്ദ്രീകൃതമായി മുസ്ലിം ലീഗിന് ഏറെ സ്വാധീനമുള്ള, കോൺഗ്രസ് അവരുടെ പിന്നിലേക്ക് നിൽക്കുന്ന ഒരു പാർലമെന്റാണ്. അവിടെ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് മത്സരിച്ച് വിജയിക്കാനുള്ള സാധ്യതയുള്ളൂ. രാഹുൽ ഗാന്ധിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് റായ്ബറേലിയില്ല, അമേഠിയിൽ മത്സരിച്ച് ആ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള ആർജവമാണ് ഒരു നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി കാണിക്കേണ്ടത്. അവിടെയും രാഹുൽ ഗാന്ധിക്ക് സ്മൃതി ഇറാനി ഭയമാണ്. അതുകൊണ്ടാണ് സോണിയാഗാന്ധി സ്ഥിരമായി മത്സരിക്കുന്ന അമേഠിയിലേക്ക് തിരിച്ചു വന്നത്. അമേഠിയിലും രാഹുൽ ഗാന്ധി പരാജയപ്പെടാൻ പോകുന്നു. രാഹുൽ ഗാന്ധിയിലൂടെ ഞങ്ങൾ അമേഠി തിരിച്ചു പിടിക്കാൻ പോകുന്നു. പറഞ്ഞല്ലോ, പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നില്ല. പ്രിയങ്ക ഗാന്ധിക്ക് ഇനി മത്സരിച്ച് വിജയിക്കണമെങ്കിൽ വയനാട് രാഹുൽ ഗാന്ധി എടുത്തു. ഇനി പൊന്നാനിയിലോ മലപ്പുറത്തോ പോയി നിന്നാൽ മാത്രമേ പ്രിയങ്ക ഗാന്ധിക്ക് മത്സരിക്കാനോ ജയിക്കാനോ സാഹചര്യമുള്ള രാഷ്ട്രീയമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഈ ഉത്തർപ്രദേശിലെ ഒരു സീറ്റിലും കോൺഗ്രസ് വിജയിക്കാൻ പോകുന്നില്ല. പിന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ INDA സഖ്യം. കഴിഞ്ഞ ദിവസം TMC MLA ഹുമയൂൺ കബീർ ഭരത്പൂരിൽ നടത്തിയ പ്രസംഗത്തിൽ എന്താണ് പറഞ്ഞത്? ഇവിടെ ഞങ്ങൾ 70%, നിങ്ങൾ 30% മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരു 2 മണിക്കൂർ കൊണ്ട് നിങ്ങളെ ഗംഗയിൽ വലിച്ചെറിയും. അങ്ങനെ ഈ രാജ്യത്ത് പച്ചയായ വർഗീയത പറയുന്ന മുസ്ലിം ലീഗ് അടക്കം തൃണമൂൽ അടക്കമുള്ള വർഗീയ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കക്ഷികളെല്ലാം INDAയുടെ ഭാഗമാണ്, അല്ലാതെ NDAയുടെ ഭാഗമല്ല. ശരി, ബസന്തിന്റെ വാട്സപ്പ് ബസന്തിന് കേൾക്കാമല്ലോ അല്ലേ? വാട്സപ്പിൽ ഞാനൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹം 2006 നടത്തിയ ശ്രീ മൻമോഹൻ സിംഗ് നടത്തിയ ഒരു പ്രസംഗമാണ്. അതിൽ വ്യക്തമായി ഈ വിഷ്ണു പറഞ്ഞ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മുസ്ലിംസുമായി ബന്ധപ്പെട്ട, മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ട, അത് കേട്ട് നോക്കാൻ മനസ്സിലാകും. മറുപടി പറയാം. അല്ലല്ല, മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ട, അതായത് ഒന്ന് ഞാൻ എന്റെ ഫോണാണ് ഉപയോഗിക്കുന്നത്, എന്നതിന് ശേഷം ഞാൻ കാണാം. മുസ്ലിംസിന് മാത്രം എന്നാണ് വിഷ്ണു സ്ട്രെസ് ചെയ്യുന്നത്. മുസ്ലിംസിന് മാത്രമെന്ന് ശ്രീ മൻമോഹൻ സിംഗ് ഒരിടത്തും പറഞ്ഞിട്ടില്ല.
ആ വിവാദം ഉയർന്നു വന്ന ടൈമിൽ അന്ന് തന്നെ അന്നത്തെ PMO ഓഫീസ് വളരെ കൃത്യമായി പ്രസ് റിലീസ് അടക്കം വെളിയിലിറക്കിക്കൊണ്ട് അതിനെ വ്യക്തമാക്കിയതാണ് മുസ്ലിങ്ങൾ അടങ്ങുന്ന, ക്രിസ്ത്യൻസ് അടങ്ങുന്ന, ഈ രാജ്യത്തെ SC/STയും അധസ്ഥിതരും ആദിവാസിയും അടങ്ങുന്ന വിഭാഗത്തിന് കൂടി അവകാശപ്പെട്ടതാണ് ഈ രാജ്യത്തിന്റെ സ്വത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ മൈനോരിറ്റി എന്ന വാക്കിന്റെ അർത്ഥം മുസ്ലിം എന്ന് മാത്രമാണ് എന്ന് കാണുന്നത് ഈ സംഘപരിവാർ അജണ്ടയുടെയും ഈ വിഷ്ണുവിന്റെ നോർത്ത് ഇന്ത്യൻ നുണകളുടെയും ഭാഗമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കും. നേരത്തെ എന്തുകൊണ്ട് ഞാൻ ഇടപെട്ടു, അനിതര സാധാരണ ഇടപെട്ടു എന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മുടെ ആനന്ദ് കൊച്ചൂടി എന്റെ നേതാക്കൾക്കെതിരെ വിവരക്കേട് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. എന്റെ ഊഴം വരുമ്പോൾ അത് പറയാമെന്നാണ് ഞാൻ കാത്തിരുന്നത്. പക്ഷേ ഇങ്ങനെ നുണ, പച്ച നുണ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അങ്ങ് അയച്ച വീഡിയോ എനിക്ക് ഞാൻ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ആ വീഡിയോയിലും മൈനോരിറ്റീസ് എന്നാണ് പറയുന്നത്. മൈനോരിറ്റി എന്ന് പറഞ്ഞാൽ മുസ്ലിം ആണെന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ ഫസ്റ്റ് ഷിഫ്റ്റിൽ, ഫസ്റ്റ് ഗിയറിൽ മുമ്പോട്ട് പോയിരുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മോദി ഗ്യാരണ്ടി, മോദി താങ്കൾ ഈ വീഡിയോ ഗ്യാരണ്ടി കേൾക്കൂ. മൈനോറിറ്റീസ് എസ്പെഷ്യലി മുസ്ലിംസ് എന്ന് തന്നെയാണ് മൻമോഹൻ സിംഗ് ഈ പ്രസംഗത്തിൽ പറയുന്നത്. താങ്കൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് വ്യക്തമായി കേട്ടാൽ മതി. മൈനോറിറ്റീസ് എസ്പെഷ്യലി മുസ്ലിംസ് എന്ന് തന്നെയാണ് മൻമോഹൻ സിംഗ് പറയുന്നത്. വീഡിയോ കണ്ടിട്ട് ഉത്തരം പറയൂ വസന്തേ. വസന്ത കേൾക്കുന്ന നിങ്ങൾ ആ വീഡിയോ കേൾക്ക്. മൻമോഹൻ സിംഗിന്റെ പ്രസംഗം കൊണ്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ. അതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. വസ്തുത ഉപയോഗിക്കുന്ന സൂം ലിങ്കിൽ ഉപയോഗിക്കുന്ന ഫോൺ അതൊരു പ്രശ്നമാണ്. വിഷ്ണു വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കേൾപ്പിക്കാൻ തോന്നുന്നു. ഞാൻ കേൾപ്പിക്കാം. വിഷ്ണുണ്ട്, ഞാൻ വിഷ്ണു അയച്ചു തന്നിട്ടുണ്ട്. അന്ന് തന്നെ PMO ഓഫീസ് വളരെ കൃത്യമായി അതിനകത്ത് വ്യക്തത വരുത്തിയിട്ടുള്ളതാണ്. അതിന് കൂടുതൽ വ്യക്തതയുള്ളത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ശ്രീ ഡോക്ടർ മൻമോഹൻ സിംഗും അദ്ദേഹത്തിന്റെ മൈനോറിറ്റീസ് എസ്പെഷ്യലി മുസ്ലിം മൈനോറിറ്റീസ് എന്ന് തന്നെയാണ് മൻമോഹൻ സിംഗ് പറയുന്നത്. കേട്ടോളൂ. They must have the first claim on our resources. Piyush Mishra is getting asked more details. അതെ, പറയൂ. അവസാനിപ്പിക്കേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് വസന്ത് പൂർത്തിയാക്കാം. അല്ല, ഞാൻ പറഞ്ഞത് അന്ന് തന്നെ PMO ഓഫീസ് വളരെ കൃത്യമായി അതിനകത്ത് വ്യക്തത വരുത്തിയാണല്ലോ. ഡോക്ടർ മൻമോഹൻ സിംഗ് ഉദ്ദേശിച്ചത് രാജ്യത്തെ മുഴുവൻ മൈനോരിറ്റിയുമാണ്. പച്ചക്കള്ളം വന്നിരുന്ന ചാനൽ പറയാതെ മൻമോഹൻ സിംഗ് പ്രസംഗിക്കുന്നത് നിങ്ങൾ ഇപ്പോഴും കേട്ടിട്ടും പിന്നെയും പറയുന്നത് പച്ചക്കള്ളമാണ്. മൻമോഹൻ സിംഗ് പറയുന്നത് പകൽ പോലെ വ്യക്തമാണ്. PMO ഓഫീസ് അതിനുശേഷം വ്യക്തത വരുത്തിയ ഒരു കാര്യത്തിൽ പൊതുയോഗത്തിൽ പ്രസംഗിച്ചിട്ട് പിന്നെ ജനവികാരം ഉണ്ടായപ്പോൾ മാറ്റി പറഞ്ഞതാണോ നിലപാട്? മോദി ഗ്യാരണ്ടി നിർത്തിയോ? ഞങ്ങളൊരു ഗ്യാരണ്ടി നിർത്തിയില്ല. ഞങ്ങളുടെ ഗ്യാരണ്ടി രാഹുൽ ഗാന്ധിയെ റായ്ബറയിൽ പരാജയപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ്. മോദി ഗ്യാരണ്ടിയുടെ എക്സ്പയർ കഴിഞ്ഞോ? മോദി ഗ്യാരണ്ടിയുടെ എക്സ്പയർ കഴിഞ്ഞോ? ജൂൺ 4-ാം തീയതി ആരുടെ എക്സ്പയറി ആണ് കഴിയുന്നതെന്ന് നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം. ശരി, നമുക്ക് അതിന് കബഡി നിരത്തേണ്ട ആവശ്യമില്ല. ജനങ്ങൾ തീരുമാനിച്ചതാണ്. സമയമാണ്. മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് പോകണം. നന്ദി ശ്രീ വസന്ത്, ഒപ്പം ശ്രീ വിഷ്ണു, ഒപ്പം ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഈ ചർച്ചയുടെ ഭാഗമായതിന്. വളരെ പെട്ടെന്ന് ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് തിരിച്ചു വരാം. അക്ഷയ തൃതീയ നാൾ